യേശുവെ കാണുവാനായി കാലങ്ങൾ ദീർഘമല്ല. കണ്ണുനീർ മാറാറായി കഷ്ടത തീരാറായി കണ്ടിടാറായി യേശുവേ സന്തോഷമായി കൂടും കൂട്ടായ്മയോർക്കുമ്പോൾ സ്വർഗീയ പ്രത്യാശയേ. കണ്ണുനീർ മാറാറായി കഷ്ടത തീരാറായി കണ്ടിടാറായി യേശുവേ സന്തോഷമായി കൂടും കൂട്ടായ്മയോർക്കുമ്പോൾ സ്വർഗീയ പ്രത്യാശയേ. വന്നവർ നിന്നവർ കണ്ടവർ കേട്ടവർ യേശുവെ ത്യജിച്ചപ്പോൾ ത്യാഗം സഹിച്ചവർ ജീവൻ വെടിഞ്ഞവർ മക്കളായി യേശുവിൻ്റെ. വന്നവർ നിന്നവർ കണ്ടവർ കേട്ടവർ യേശുവെ ത്യജിച്ചപ്പോൾ ത്യാഗം സഹിച്ചവർ ജീവൻ വെടിഞ്ഞവർ മക്കളായി യേശുവിൻ്റെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസം കൂടി 2026 അങ്ങ് തുടങ്ങി ഏതാനും ദിവസങ്ങളങ്ങ് പിന്നിടുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയം പല പല ശുഭപ്രതീക്ഷകളും ശുഭകരമായ പ്രത്യാശകളും അനേകം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നാം ദൈവസന്നിധിയിൽ അർപ്പിച്ചതായ അനേകം പ്രാർത്ഥനകളും എല്ലാം സജീവമായി നിൽക്കുന്ന സമയമാണ് ഈ ദിവസങ്ങളെല്ലാം. 2026 നാം 31-ാം തീയതി കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ ഞാനും അനേകം ഏങ്ങലടികളോടെയാണ് പുതുവർഷത്തിലേക്ക് കടന്നത്. കാരണം മറ്റൊന്നുമല്ല, എത്രയെത്ര കാലങ്ങൾ വർഷങ്ങളിങ്ങനെ പുറകോട്ട് മാഞ്ഞുപോയി. മാത്രമല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ അനേകം കടമ്പകൾ ഇനിയും നിൽക്കുന്നുണ്ട്. പക്ഷേ ആ കടമ്പകളോ പ്രതിസന്ധികളോ ഒന്നും എന്നെ തളർത്തുന്നില്ല. കാരണം എൻ്റെ ഈ നിസ്സാരനായ എൻ്റെ കഴിഞ്ഞ 33 കൊല്ലത്തെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പിറകോട്ട് നോക്കുമ്പോൾ ഏതെല്ലാം കടമ്പകൾ ചാടി കടന്നാണ് ഇന്നുവരെയും കർത്താവ് നിർത്തിയത്. എനിക്കൊരിക്കലും ചാടിക്കടക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന്. ഒരിക്കലും മതിലിനെ തകർക്കാൻ ഈ മനുഷ്യന് കെൽപ്പില്ല. ഈ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ നമുക്ക് കഴിവില്ല. സങ്കീർത്തനക്കാരനത് പറയുമ്പോൾ പണ്ട് സങ്കീർത്തനക്കാരൻ വീണ്ടും പറഞ്ഞു, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതികായകനായ ഗോലിയാത്ത്, അവനെ കണ്ടപ്പോൾ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, സിംഹത്തിൻ്റെ മേലും കരടിമേൽ നിന്നും ജയം തന്ന ജീവനുള്ള ദൈവം ഈ ഫെലിസ്ത്യ മലനെയും ജയിക്കാൻ എനിക്ക് കൃപ നൽകും. ഞാനോ ഇസ്രായേൽ നിരകളുടെ ദൈവമായ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നതെന്ന്. സങ്കീർത്തനക്കാരൻ ദാവീദ് കൊച്ചു ബാലനാണ്, ആട്ടിടയനാണ്, ആയുധങ്ങളില്ല, വെറും കല്ലുകൾ മാത്രമേ, ഒരു കവണയും മാത്രമേ അവൻ്റെ കൈവശമുള്ളൂ. പക്ഷേ അവന് ഒരു അനുഭവമുണ്ട്. പ്രിയരെ, ആ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിത്യനായ ദൈവം തൻ്റെ കരത്തിൽ നമ്മെ പൊക്കിയെടുത്ത് മതിലുകൾ ചാടിക്കടത്തി ഇതുവരെയും കൊണ്ടുവന്ന് നിർത്തി. എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉറയ്ക്കാം, നമ്മുടെ മുമ്പിലുള്ള ആയുഷ്കാലത്തിൽ ഏതെല്ലാം പ്രതിസന്ധിയോ എന്തെല്ലാം പ്രശ്നങ്ങളോ വന്നാലും
നമ്മെ നടത്താനൊരു ദൈവമുണ്ട്. കാരണം കരുത്തനാം അവൻ എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുകയല്ല, ക്രിസ്തു എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീഴാൻ തുടങ്ങുമ്പോൾ, താഴാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കരം എന്നെ മുറുക്കി പിടിക്കുന്നത് നാം അനുഭവിക്കും. ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ. നാം പുതിയ സമർപ്പണങ്ങളോടെയാണ് 2026 കടന്നിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഇനി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ചിലർ അങ്ങനെയൊരു സമർപ്പണം എടുക്കുവാനോ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനോ ഒന്നും കഴിഞ്ഞു വന്നിട്ടുണ്ടാകുകയില്ല. സാരമില്ല, എന്നും പുതിയ മന്നയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും പുതിയ വചനമാണ്, എന്നും പുതിയ ദിവസങ്ങളാണ്, എന്നും പുതിയ സമർപ്പണങ്ങളാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ സഭാപ്രസംഗി പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു 10 ജോഡി വെള്ള ഷർട്ടുണ്ടെന്നിരിക്കട്ടെ. പക്ഷേ എനിക്കൊരാൾ ഒരു പുതിയ ഷർട്ട് കൊണ്ട് തരുന്നു, എൻ്റെ ഭാര്യ തന്നെ ഒരു പുതിയ ഷർട്ട് എനിക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ആ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം അതിൽ നിന്ന് വിടിയിച്ച് ഞാനങ്ങ് അണിഞ്ഞു. എന്നിട്ട് ഞാൻ ബട്ടൺസ് എല്ലാം ഇട്ടു. എന്നിട്ട് ഞാൻ കണ്ണാടിയിലേക്കൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, എങ്ങനെയുണ്ട്, ചേർച്ചയുണ്ടോ, കൊള്ളാമല്ലേ എന്നുള്ളതായ അർത്ഥത്തിൽ ഞാൻ നോക്കുന്നു. നിങ്ങളും മനസ്സിൽ പെട്ടെന്ന് ഓർക്കും, ഇതെല്ലാം നിങ്ങളുടെ അനുഭവങ്ങളാണ്. കാരണം നാം എല്ലാം സാധാരണ മനുഷ്യരാണ്, നാം സാധാരണ ചെയ്യുന്ന കാര്യവുമാണിത്. ഒരു 10 ജോഡി വസ്ത്രമുള്ള ഒരാൾക്കും ഒരു പുതിയ വസ്ത്രം കിട്ടുമ്പോൾ അതിൽ ഒരു പ്രത്യേക ഒരു മമതയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് പാപമൊന്നുമല്ല. അല്ല, എനിക്കൊരു 3 ജോഡി ഷൂസ് ഉണ്ടെന്നിരിക്കട്ടെ, എനിക്കൊരു പുതു ജോഡി ഷൂസ് കിട്ടുന്നു. ആ ഷൂസ് ഞാനൊന്ന് ഇടുന്നു, കാലിൻ്റെ മുൻവശത്തേക്കും പുറകുവശത്തേക്കും ഞാനൊക്കെ നോക്കുന്നു, അതിൻ്റെ വശങ്ങളിലേക്കൊക്കെ നോക്കി അതിൻ്റെ പാകമെല്ലാം ഒന്ന് പരിശോധിക്കുന്നു. ഇതെല്ലാം നാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? എൻ്റെ മനസ്സിൽ നല്ല പച്ചയായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. കാരണം ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ 8 ദിവസങ്ങൾക്ക് മുമ്പ്, അന്ന് 31-ാം തീയതി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ മുഴുവനായി ഒന്ന് കഴുകി, യേശുവേ, നീ എന്നെ ഒരു പുതു വസ്ത്രം അണിയിച്ച് 2026 കയറ്റി വിടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ കഴുകിയെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. അത് ഒരു ദിവസത്തെ കാര്യമല്ല, ഒരാഴ്ചത്തെ കാര്യമല്ല, ഒരു വർഷത്തെയും കാര്യമല്ല. എല്ലായ്പ്പോഴും, എന്നും, എപ്പോഴും, ഒരു കാരണവശാലും ഈ ജീവിത വസ്ത്രത്തിൽ കറപറ്റാൻ ഇടവരരുത്. ദൈവവചനം അറിയാത്ത എന്നാൽ ഭക്തരെന്ന് നിരൂപിക്കുന്ന അനേകം ആളുകൾ അവർ തങ്ങളുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടും അവരുടെ കടുത്തതായ തീരുമാനം കൊണ്ടുമെല്ലാം ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട്, മറ്റ് മതത്തിലുള്ളവരുമുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കറപിരണ്ട തുണി പോലെയെന്ന്. ഒന്നിലും പ്രശംസിക്കാനില്ല. നിങ്ങൾ എത്രയെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്താലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനാണ് അതിൻ്റെ പിറകിൽ നിൽക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന മനുഷ്യനാണെങ്കിൽ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നാം എത്രയെത്ര ഇല്ല എന്ന് പറഞ്ഞാലും നാം ചെയ്യുന്ന ഏത് കാര്യത്തിൻ്റെ പിറകിലും ഞാനെന്ന ഒരു വ്യക്തിയുണ്ട്, ഞാനെന്നൊരു പ്രകൃതമുണ്ട്, ഞാനെന്ന ഒരു ജഡമുണ്ട്. അത് നമ്മെ തന്നെ മലിനമാക്കുന്നു. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിക്കോ അവൻ നന്മപ്രവൃത്തികളിൽ ആശ്രയിക്കുന്നില്ല, പുണ്യപ്രവൃത്തികളിൽ ആശ്രയിക്കുന്നില്ല. കാരണം അവൻ വചനം അറിയുന്നവനാണ്. കർത്താവേ, ഞാൻ എന്തെല്ലാം ചെയ്താലും നിന്നെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയുന്നതല്ല. എൻ്റെ ദൈവമേ, ഞാൻ എന്തെല്ലാം നന്മ ചെയ്താലും അതെല്ലാം വെറും കറപരണ്ട തുണി പോലെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഈ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം യേശു എൻ്റെ മുമ്പിൽ വന്നു നിന്നും നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നും പറയുന്നു, മകനെ, പ്രിയ മകളെ, നീ നന്ദിയോടിരിക്കണം കേട്ടോ.
കാരണം എന്താണ്? നാം ഇന്നും കൂടി വരുമ്പോൾ വെറും ദിവസങ്ങൾ കൊണ്ട് പാപത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തി വീണുപോയ ഒരു വാക്കുകളെ കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവേ നിന്റെ തിരുരക്തത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാനൊരു വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിലൊരു വാഴക്കറ പിടിച്ചു എന്നിരിക്കട്ടെ, കറയങ്ങ് പോകുന്നില്ല. എന്നാൽ ഈ കറ പോകാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് യേശുവിൻ്റെ ചങ്കിലൂടെ ഒലിച്ചിറങ്ങിയതായ തങ്കത്തിരു രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ചുവന്ന രക്തം യേശുവിൻ്റെ തിരുവിലാവ് പൊട്ടി ഒഴുകി ഒഴുകി ആദ്യം ഇങ്ങനെ നൂല് പോലെ ഒലിച്ചിറങ്ങി, അവസാനം ആ നൂല് വിട്ട് ഒലിച്ചിറങ്ങി. ദൈവമേ, അത് പറയുമ്പോൾ സങ്കടമാണ്, അത് ധ്യാനിക്കുമ്പോൾ ഹൃദയം വിറകൊള്ളുന്നു. ഇത് എന്താണ് ഈ പറയുന്നത്? പരിശുദ്ധൻ്റെ പുണ്യവാന്റെ പുണ്യരക്തം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു നായർ കുടുംബത്തിൽ ജനിച്ച എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ, എൻ്റെ പേര് ദാനിയേൽ ജോൺ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്ര ആണ്ടിൽ 1992 ആണ്ടിലാണ് ഞാൻ വചനം കേൾക്കുന്നത്. അന്ന് ഒരു കൺവെൻഷൻ പന്തലിൽ കരിങ്കല്ല് പോലെ പുകവലിക്കുന്നവനും മുറുക്കുന്നവനും ബീഡി വലിക്കുന്നവനുമായി ഇരുന്നതായ, അന്ന് കടന്നു വരുന്നവനായ ഈ പ്രിയപ്പെട്ട മകനെ എൻ്റെ തിരുരക്തത്താൽ ഞാൻ വീണ്ടെടുക്കുമെന്ന് യേശു അന്നേ മനസ്സിൽ കണ്ടതുകൊണ്ടും മാത്രമാണ്. പ്രിയരെ, ഒരു മനുഷ്യനും ക്രെഡിറ്റില്ല, ഒരു മനുഷ്യനും അതിൽ ഒന്നും പ്രശംസിപ്പാനില്ല. ആ തങ്ക തിരുരക്തം ഞാൻ ഇരുന്ന സ്ഥലത്തേക്കും പയ്യെ അടുത്തടുത്ത് വന്നു. ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഉള്ളിലേക്ക് വന്നത് അന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞു, ഞാൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ ഞാനിതാ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഠിന ഹൃദയം തകരാൻ തുടങ്ങി. അച്ഛൻ മരിച്ചിട്ട് കരയാത്ത എൻ്റെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 33 കൊല്ലത്തിനിടയിൽ ആ കണ്ണുനീര് വറ്റിയിട്ടില്ല. ഇടയ്ക്ക് വരണ്ടു പോയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനാണ് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയ ഭാഷയിലുള്ള പ്രസംഗങ്ങളല്ല, പണ്ഡിതോചിതമായ പ്രസംഗങ്ങളല്ല. ഒരു കൂട്ടായ്മയുടെ ആകത്തുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് കണ്ണീരണിയിക്കുന്ന അനുഭവങ്ങളാണ്, ഹൃദയം പരിശുദ്ധാത്മാവ് തകർക്കുന്ന അനുഭവങ്ങളാണ്. ആ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ നാം ആകമാനം പുളകം കൊള്ളുന്ന അനുഭവമാണ്. ആ കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിട്ട് ഒഴുകിയതായ തിരുരക്തം അവസാനം ഒരു തുള്ളിയായി വന്ന് അവസാനത്തെ തുള്ളിയും വീണത് എനിക്ക് വേണ്ടിയാണ് തിരിച്ചറിയുമ്പോൾ, പ്രിയരെ, ഞാൻ ദൈവത്തെ ആർത്തുപാടി സ്തുതിക്കും, ഹാലേലുയ എന്ന് പാടും. അത് അപ്പോസ്തലൻ പറയും, ഞാൻ വിവിധ ഭാഷകളിൽ പാടും. ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. വിവിധ ഭാഷകളില്ലെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നാം പാടുന്നു. എന്താണ് സ്നേഹത്തിൻ്റെ ഭാഷ? എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല, ആരുടെയും കുറ്റം പറയുന്നില്ല, ആരുടെയും കുറ്റം കേൾക്കുന്നില്ല, എനിക്കൊരു അവകാശവാദങ്ങളില്ല. എൻ്റെ ദൈവമേ, എനിക്ക് നിന്നെ എന്ന യേശു എന്ന അത്ഭുത പുരുഷനെ തിരിച്ചറിയാൻ ഈ മഹാഭാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കർട്ടൻ നീ മാറ്റി തന്നുവല്ലോ. എൻ്റെ യേശുവേ, എനിക്ക് നിന്നെ കാണാൻ ഇടയായല്ലോ എന്നറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നന്ദിയുടെ സ്തുതി പൊട്ടി പുറപ്പെട്ടു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ദിവസവും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് നീ എന്നെ കഴുകി തന്നാൽ നാഥാ, ഞാൻ ഈ വസ്ത്രം വെള്ളയായി സൂക്ഷിച്ചു കൊള്ളാം. അത് നിലനിർത്തണമെങ്കിൽ നാം ഓർക്കണം, കർത്താവേ, നീ എന്തുമാത്രമാണ് എനിക്ക് കഴുകി തന്നത്, എന്തുമാത്രം പാപങ്ങൾ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ അല്ലെങ്കിൽ നമ്മിൽ പലരും കഴിഞ്ഞ കൊറോണ കാലത്ത് വിട്ടുപോയ അനേകം പാപങ്ങൾ എടുത്തവരുണ്ട്. കൂട്ടായ്മകൾ നിന്നുപോയപ്പോൾ കൂട്ടായ്മ നിന്നുപോകുക, വചനം നിന്നുപോകുക. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരിക്കലും കൂട്ടായ്മ നിന്നു പോകാൻ ഇടവരരുതേ. കൂട്ടായ്മ നിൽക്കുകയില്ല, എന്നാൽ കൂട്ടായ്മ മുടക്കാൻ എനിക്ക് ഇടവരരുതേ. കർത്താവേ, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ മധ്യത്തിൽ അത് ആത്മാവായി ഇറങ്ങി വരുവാൻ എന്നും ഇടയാക്കണമേ. അതാണ് നമ്മെ കഴുകുന്നത്, നമുക്ക് രോഗസൗഖ്യം തരുന്നത്, നമുക്ക് കുറ്റബോധം തരുന്നത്. സ്തോത്രം.
എന്നിട്ട് ദൈവസ്നേഹം വീണ്ടും പറയുകയാണ്, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. ഇന്ന് ഈ പുതുവർഷം തുടങ്ങി 8 ദിവസം പിന്നിടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ, കർത്താവേ, എൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയോ? എൻ്റെ വസ്ത്രത്തിൽ കറ പറ്റിയോ? നമ്മളെല്ലാം സാധാരണ രീതിയിൽ ഷർട്ടിട്ടു, ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിവൃത്തിയുണ്ടെങ്കിൽ നാം രണ്ടാമത് അലക്കാതെ ഉപയോഗിക്കുകയില്ല. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ഭക്തനായ ആ സാധുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ജോഡി ഡ്രസ്സാണെന്ന് തോന്നുന്നു, അത് ഒരു ജോഡിയേ ഉള്ളൂ. എന്നും വന്ന് വൈകുന്നേരം അലക്കും. മഴക്കാലമാണെങ്കിൽ അടുപ്പിൻ്റെ ചൂട് വരുന്ന സ്ഥലത്തിട്ട് ഉണക്കും. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ ബാല്യകാലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാല്യകാലം പട്ടിണിയായിരുന്നുവെന്ന്, മാറി മാറി ഉടുക്കാൻ വസ്ത്രങ്ങളില്ലായിരുന്നുവെന്ന്. എന്നാൽ സാധു കൊച്ചുഞ്ഞു ഉപദേശി എന്നും വെടിപ്പുള്ള വൃത്തിയുള്ള വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ. കാരണം എന്നും വസ്ത്രം അലക്കുമായിരുന്നു, അത് ഉണക്കി തേക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രമാണമാണ് എങ്കിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ജീവന്റെ വൃക്ഷം ജീവജല നദി ഒഴുകുന്നതായ ദൈവരാജ്യം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൻ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഞാനന്ന് വീട്ടിൽ ചെന്ന് ഞാൻ തന്നെ ഇരുന്നപ്പോഴാണ് ഓർത്തത്, ശരിയാണ്, മരിച്ചുപോയി. ശരീരത്തിൽ നിന്ന് പ്രാണം പോകുന്നതിനെ മരിക്കുക എന്ന് പറയുന്നു. മരിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവ് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ഒന്നുകിൽ ദൈവരാജ്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിലോ നിത്യ നരക ഗന്ധക തീപ്പൊയ്കയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ വാക്കുകളെ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏതേത് കാലത്ത് ആര് കടന്നുപോയാലും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കടന്നുപോയി എന്ന് പറയുമ്പോൾ, പോയത് ദൈവരാജ്യത്തിലേക്കാണെന്നുള്ള ഉറപ്പെനിക്കുണ്ടായിരിക്കണം. ആ ഉറപ്പിലേക്ക് ആദ്യം എന്നെ നടത്തണം, എൻ്റെ പ്രിയപ്പെട്ടവരെ നടത്താനുള്ളതായ ആത്മാവിൻ്റെ വല്ലതൊക്കെ നമ്മുടെ കയ്യിൽ കാണണം. ഇത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തയാളാണ്. അപ്പോൾ എൻ്റെ ഉള്ളം സങ്കടപ്പെടുന്നു. നിങ്ങളുടെ പലരും അമ്മമാരും അപ്പന്മാരും അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി, മാനസാന്തരപ്പെടാതെ കടന്നുപോയി. പ്രിയരെ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് ഇങ്ങനൊരു വചനം ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ ഇന്ന് തീരുമാനിക്കണം, കർത്താവേ, ഇനി എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നുവെങ്കിൽ നിത്യതയിലേക്ക്, നിത്യത എന്ന് പറയുമ്പോൾ രണ്ട് നിത്യതയാണ്, നിത്യസ്വർഗം നിത്യനരകം. കടന്നു പോകുന്നുവെങ്കിൽ നിത്യസ്വർഗത്തിലേക്ക് ആയിരിക്കണം. അതിന് എന്ത് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് വില? ജീവന്റെ വൃക്ഷത്തിൽ ഞങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും മുത്തുമയമായ 12 ഗോപുരങ്ങൾ കൂടി ഗോപുരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തു മറുരൂപമലയിൽ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. എൻ്റെ കർത്താവിന് സ്തോത്രം. ഭൂമിയിലെ ഒരു അലക്കുകാരനും അങ്ങനെ വെളുപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വെളുപ്പിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് വലിയ പാണ്ഡിത്യമൊന്നും അല്ല ഈ പറയുന്നത്. എന്താണ് ഈ പറയുന്നത്? ആകത്തുക. കർത്താവിന് സ്തോത്രം. എന്നും നാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഒരിക്കലും പ്രാർത്ഥിക്കാതെയോ തിരുവചനം ധ്യാനിക്കാതെയോ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. പ്രിയപ്പെട്ടവരെ, നാം പകൽക്കാലം മനഃപൂർവ്വമെങ്കിലും വചനം മനസ്സിലേക്ക് എടുക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവത്തിന് അവന് വചനം ഇടയ്ക്ക് ഓർമ്മ വരും, അവൾക്ക് സ്തുതി അറിയാതെ നാവിൽ വരും. ഇതെല്ലാമാണെങ്കിലും നാം അന്നത്തെ സൂര്യൻ അസ്തമിച്ച രാത്രി നാം നമ്മുടെ ഉറക്കത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ മാറിയിരിക്കണം. കർത്താവേ, ഇതാ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ മിക്കവാറും രാത്രി ഒരു 10 മണിക്കാണ് വാഷിംഗ് മെഷീനിൽ തുണിയിടുന്ന സമയം. എൻ്റെ ഭാര്യ, പ്രിയപ്പെട്ടവരെ, മിക്കവാറും 10 മണി, 9:30, 10 മണിക്കാണ്. നിങ്ങളുടെ വീടുകളിലും
തുണി അലക്കുന്നത് അങ്ങനെ ഒരു സമയം കാണുമായിരിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവേ, ഞാൻ ആ വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടുന്നു, അതിലേക്ക് വെള്ളമൊഴിക്കുന്നു, പിന്നെ ഡിറ്റർജൻറ്റ് പൗഡർ അഥവാ സോപ്പ് പൗഡർ അതിലേക്ക് ഇടുന്നു, അത് തന്നെത്താനെ കഴുകുന്നു. എൻ്റെ ദൈവമേ നാഥ, സാധാരണ ഒരു വാഷിംഗ് മെഷീൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കണമെന്നാണ് പറയുന്നത്, തന്നെത്താൻ ഇരുന്ന്. എൻ്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം മുതൽ ഇന്ന് രാത്രി വരെ കർത്താവേ, എൻ്റെ ജീവിത വസ്ത്രം ഞാനിതാ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആ വസ്ത്രം കുരിശിന് ചൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. നിന്റെ തിരുരക്തം താഴേക്ക് ഒഴുകാനിങ്ങനെ വെമ്പൽ പോണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ കണ്ണുനീരാകുന്നതായ സോപ്പ് പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കണം. എൻ്റെ ദൈവമേ, അങ്ങനെ നോക്കിയാൽ എൻ്റെ പ്രിയരെ, നീ ഭൂമിയിലാണോ ജീവിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ദിനം പ്രതി കഴുകാനും അലക്കാനും ഇല്ലാതെ ഒരു മനുഷ്യനും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിത വസ്ത്രം എന്നും വെണ്മയായിരിക്കും. സ്തോത്രം. എൻ്റെ കൂടെ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം പറയുകയാണ്. എന്താണ്? തൻ്റെ ഞാൻ കള്ളനെ പോലെ വരും. കള്ളൻ രാത്രിയിൽ വരും പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ. ഇതാം ശോധന ചെയ്യാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി കള്ളനെ പോലെ യേശു വരികയാണോ? അറിഞ്ഞുകൂടി, ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നു. ഈ ലോകത്തിൽ ജോലി ചെയ്യുന്നു, കല്യാണത്തിന് പോകുന്നു, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുന്നു, പള്ളിയിലെ പെരുന്നാളിന് പോകുന്നു, ആശുപത്രിയിൽ പോകുന്നു. ഈ ലോകത്തെവിടെ പോകുമ്പോഴും എൻ്റെ കർത്താവിന് സ്തോത്രം, ഈ വസ്ത്രം, നമ്മുടെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ. എൻ്റെ കർത്താവേ, ജാഗരിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി, കണ്ണിൽ കൂടിയാണോ, ചെവിയിൽ കൂടിയാണോ, നാവിൽ കൂടിയാണോ, സ്പർശന ഇന്ദ്രിയങ്ങളിൽ കൂടിയാണോ കർത്താവേ, ദുഷ്ടൻ പകൽ പറക്കുന്ന അസ്ത്രം പോലെ ഒളിച്ചിരുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നാണോ അസ്ത്രം എയ്യുന്നത്? നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ എതിരെ വരുന്ന കാറിൽ നിന്നാണോ അസ്ത്രം എയ്യുന്നത്? നമുക്കറിഞ്ഞുകൂടാ. പ്രിയരെ, ഏതെങ്കിലും സിനിമാ പോസ്റ്ററിൽ നിന്നാണോ അസ്ത്രം എയ്യുന്നത്? നമുക്കറിഞ്ഞുകൂടാ. തിക്കും തിരക്കുമുള്ള ബസ്സിൽ മുട്ടി യാത്ര ചെയ്യുമ്പോൾ അവിടെയാണോ അസ്ത്രം എയ്യുന്നത്? അതും അറിഞ്ഞുകൂടാ. നമുക്ക് ഏറ്റവും ഉപദ്രവം ചെയ്ത ഒരാളെ കാണുമ്പോൾ കൈപ്പിൻ്റെ അസ്ത്രമാണോ പിശാച് എയ്യുന്നത്? അത് അറിഞ്ഞുകൂടാ. എവിടെയാണ് അസ്ത്രം എയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, വളരെ സൂക്ഷിച്ചും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ജീവിച്ച ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു യോശുവ എന്ന മഹാപുരോഹിതൻ. സഖരിയ പ്രവാചന പുസ്തകത്തിലെ യോശുവ. എന്നാൽ നാം വായിക്കുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. സഖരിയ 3:3 വായിക്കുമ്പോൾ യോശുവ അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുകയായിരുന്നു. വസ്ത്രത്തിൽ മുഷി വന്നപ്പോഴേക്കും പിശാചു വന്നു കഴിഞ്ഞു. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം മുഷിഞ്ഞു കഴിയുമ്പോഴേക്കും അരികിലേക്ക് ഓടി വരുന്ന ഈ ചീഞ്ഞ മണം വരുമ്പോൾ, ചീഞ്ഞത് വരുമ്പോൾ ഈ ഈച്ച വരില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു ചീഞ്ഞ പ്രകൃതം വരുമ്പോൾ, വസ്ത്രം മുഷിഞ്ഞു പോകുമ്പോൾ അരികിൽ അപവാദിയാകുന്ന പിശാചു വന്നു കഴിഞ്ഞു. യോശുവ ശ്രദ്ധിച്ചില്ല. കാരണം ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുപോവുകയാണ്. സെരുബാബേൽ എന്ന ഗവർണറുണ്ട്, യോശുവ എന്ന മഹാപുരോഹിതനുണ്ട്. വലിയ യുദ്ധത്തിൻ്റെ കാലമാണ്. അതിനിടയിൽ ഈ ജീവിതം അല്പം ജാഗ്രതക്കുറവ് വന്നുപോയി. ഉടുപ്പ് സൂക്ഷിച്ചില്ല, ജാഗരിച്ചില്ല. എന്നും വസ്ത്രമലക്കാനുള്ള സമയം കണ്ടെത്തിയെങ്കിലും അതങ്ങ് വേണ്ട വിധത്തിലായില്ല. പക്ഷേ വസ്ത്രം മുഷിഞ്ഞു എന്ന് കണ്ടപ്പോഴേക്കും പിശാച് വന്നു, ദൈവസന്നിധിയിൽ വന്നു. കണ്ടോ കർത്താവേ, ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയിരിക്കുന്നു എന്ന്. എന്നാൽ ഭയപ്പെടേണ്ട. നമ്മൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുത്തൊരു ദൈവത്തിലാണെങ്കിൽ അപവാദിയായ പിശാച് അടുക്കൽ വരുമ്പോഴേക്കും അവനെ ഭർസിച്ചു മാറ്റുവാൻ ജീവനുള്ള ദൈവം
ദൈവം തേജസ്സോടെ ഇറങ്ങി വരും, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. പ്രിയരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ പയ്യെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നുണ്ട്? എൻ്റെ കർത്താവേ, അന്ന് ആ യോശുവ എന്ന മഹാപുരോഹിതന്റെ അരികിലേക്ക് പോലും പിശാച് കടന്നു ചെന്നു എങ്കിൽ വെറും സാധാരണക്കാരനായ, എന്നും ബൈബിൾ വായിക്കാത്ത, എന്നും പ്രാർത്ഥിക്കാത്ത, ഈ ലോകമേ ശരണമെന്ന് ജീവിക്കുന്ന കൂട്ടായ്മയിൽ വരുമ്പോൾ തീരുമാനമൊക്കെ എടുക്കും. വരുന്നത് സന്തോഷമാണ്. പക്ഷേ ഒരു ജാഗരണവും ഇല്ല, ഒരു സൂക്ഷ്മവും ഇല്ല, ദിനം പ്രതി പ്രാർത്ഥനയും ഇല്ലാത്ത എൻ്റെ ജീവിതത്തിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന പിശാചിനെ ഭർസിച്ച് മാറ്റുവാൻ നീ എന്നും കടന്നു വരുന്നത് പോലെ ഇപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. യേശുവേ, നിന്റെ കരം ഒന്ന് നീട്ടാമോ? നീ എന്നെ ഒന്ന് കഴുകാമോ? കർത്താവേ, എൻ്റെ ജീവിത വസ്ത്രം ഒന്ന് അലക്കി തരാമോ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? അവരെ കഴുകാൻ കുഞ്ഞാടിന്റെ തിരുരക്തം ഇപ്പോൾ നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. ഗോപുരങ്ങളിൽ കൂടി കടക്കേണ്ടതിനും ജീവന്റെ വൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിനും പിശാച് അവകാശം പറയാതിരിക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് നമ്മോട് വചനത്തിലൂടെ പറയുന്നു, മകനെ, മകളെ, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. ഒരലക്കുകാരൻ വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം തേജസ്സുള്ള, വിശുദ്ധിയുടെ ശോഭയുള്ള, നിഷ്കളങ്കതയുടെ പ്രസരിപ്പുള്ള, സ്വച്ഛസ്ഫടികം തങ്കം പോലെ പ്രശോഭിക്കുന്ന ജീവിത വസ്ത്രത്തിൻ്റെ വിശുദ്ധിയുടെ വെണ്മ നമ്മിൽ നിന്ന് പ്രസരിക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് തന്നത് തൻ്റെ ചങ്കിലെ ചുവന്ന രക്തത്തിൻ്റെ ഒരു തുള്ളിയാണ്. കർത്താവേ, ആ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ഇന്നും കഴുകണമേ. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം, ഞാൻ ജാഗരിച്ചു കൊള്ളാം, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം, അവിടുന്ന് ഞങ്ങളെ നടത്തുന്നതിനാൽ സ്തോത്രം. കർത്താവേ, കുറ്റബോധത്തിൻ്റെയും പാപബോധത്തിൻ്റെയും അരിഷ്ടതയുടെയും ആത്മാവ് ഒരിക്കലും ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകരുതേ. കർത്താവേ, ഹോസ്പിറ്റലായിരിക്കുന്നവരെ അവിടുന്ന് സന്ദർശിക്കണമേ, രോഗികളെ താങ്ങണമേ, ആവശ്യക്കാരെ അനുഗ്രഹിക്കണമേ, പരീക്ഷ ചെയ്ത കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങൾ യൗവനക്കാരെ ബലപ്പെടുത്തണമേ, കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.